എത്രയെന്ന് വെച്ചാ ഭക്തന്മാർ വിഭജിച്ചു പോവാ. നമ്മള് ദുആ ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ദ്വാരിക്കുന്നുണ്ട്, മുഅ്മിനീങ്ങൾക്ക് നമ്മള് ദ്വാരിക്കുന്നുണ്ട്. അല്ലാഹുവേ, ഹിന്ദുവാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ദുനിയാവിൽ അവനക്കൊരു മാറാരോഗങ്ങളല്ല അല്ലാ. ഞങ്ങൾക്ക് ദുനിയാവിൽ ഐക്യം നൽകണയല്ല, എത്രയെന്ന് വെച്ചാ ഭക്തന്മാർ വിഭജിച്ചു പോവാ. പിന്നെ പുതിയ സ്ഥലമല്ലേ, പച്ച പിടിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും. ദേഹമാസകലം. ഇന്നലെ വയനാട് ജില്ലയിൽ നിന്നൊരു സഹോദരി വന്നു. അതാരാണ് മാറ്റക്കോയ? വയനാട് ജില്ലയിലെ അച്ചൂരുള്ള മൈമൂനാണോ? തങ്ങളെ, എന്റെ വാപ്പാക്ക് ഒരുപാട് വർഷങ്ങളായി പൈസ കിട്ടാനുണ്ടായിരുന്നു. കേൾക്കണം സഹോദരന്മാരെ കേൾക്കണം. മേപ്പാട് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്തു. കേൾക്കണം. കേട്ടു. നമ്മള് ദുആ ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ദ്വാരിക്കുന്നുണ്ട്, മുഅ്മിനീങ്ങൾക്ക് നമ്മള് ദ്വാരിക്കുന്നുണ്ട്. അല്ലാഹുവേ, ഹിന്ദുവാണെങ്കിലും മുസ്ലിം മേപ്പാട് എന്ന് വല്ലാത്ത വിഷമത്തിലായിരുന്നു. വർഷങ്ങളോളമായി കിട്ടുന്നില്ല. അങ്ങനെയാണ് ഒരാൾ ഈ മജ്‌ലിസിനെ കുറിച്ച് എന്നോട് പറഞ്ഞത്. ഞാൻ ഈ മജ്‌ലിസിൽ കയറി, എന്നിട്ട് ഞങ്ങളെ നിയ്യത്ത് ചെയ്തു. അപ്പൊ പണം കൊടുക്കാനുള്ള കോയ നീ തന്നെ ആയിരുന്നോ? എന്റെ ബറക്കത്ത് കൊണ്ട് കാണിച്ചു നൽകണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. കൊടുക്കാനുള്ള ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് അവരോട് വാപ്പാനോട് പറഞ്ഞു, ഒരുമിച്ച് തരാ, ഞങ്ങളെ കയ്യിലില്ല, ഒരുമിച്ച് തരാ. ഫാത്തിഹന്റെ ബറക്കത്ത് കണ്ടോ? ഹബീബേ മജ്‌ലിസിൽ നെയ്യത്ത് വെച്ചിരുന്നിട്ട് അല്ലാഹു കൊടുത്ത പ്രതിഫലം കണ്ടോ? ഒന്നായിട്ട് തരാ, ഞങ്ങളെ കയ്യിലില്ല. അൽഹംദുലില്ലാഹ്. ഇപ്പൊ എല്ലാ മാസവും 5000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. എല്ലാ മാസവും. അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. അത് ഖുർആൻ കള്ളം പറയാനാണല്ലോ നിനക്ക് ഏറ്റവും ഇഷ്ടം. ഖുർആൻ നീ ഏറ്റവും കൂടുതൽ എടുക്കുന്നതും കയ്യിലെടുക്കുന്നതും ഈ കള്ളം പറയുന്ന സമയത്താണ്. വല്ലാത്ത കോയ. സാക്ഷിയാക്കിക്കൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ എല്ലാ മാസവും 5000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. വലിയ ബറക്കത്താണ്. ബറക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നു. നിങ്ങളെയൊക്കെ നേരിട്ട് കാണണം. ഒരു മണിക്കൂർ കൊണ്ട് തങ്ങളെ നമ്പറുണ്ട്. അടുത്തുനിന്ന് ചികിത്സയുടെ ഒന്ന മതസ്ഥ അടുത്തൊന്ന് ചികിത്സക്ക് പോകരുത്. നമ്മൾ അടുത്ത് പോലെ തങ്ങന്മാരോ മൂല്യന്മാരൊക്കെ നിങ്ങൾ എല്ലാ കോയ നീ എന്നെ പറഞ്ഞ എല്ലാ മതക്കാരും നിന്റെ കൂടെ ഉണ്ട്. ഹിന്ദുക്കൾക്ക് ദുആ ചെയ്യുന്നു, ക്രിസ്ത്യാനികൾക്ക് ദുആ ചെയ്യുന്നു. പിന്നെ ചികിത്സ മാത്രം എന്താ എനിക്കൊരു അലർജി കോയ? പണം കിട്ടൂലേ? തീരുമാനിച്ചിട്ടില്ല. ആഴ്ചയിൽ ഒരു ദിവസം, ആഴ്ചയിൽ ഈ തഹജ്ജുദ് നിസ്കാരം അത് 10 ആളാണ്. നിങ്ങൾ അന്യ പക്ഷെ ഗുരുവായൂരപ്പനെ വിളിക്കണം. ഇതും കേട്ടോളി. ത്തോടെ പോകുന്ന അവരോട് പറയാൻ എന്താ അറിയോ? നമ്മള് അമ്പലത്തിൽ പോകണം. പ്രാർത്ഥനയെ വിളിക്കണം. ഇതും കേട്ടോളി. ത്തോടെ പോകുന്ന അവരോട് പറയാൻ എന്താ അറിയോ? നമ്മള് അമ്പലത്തിൽ പോകണം. പ്രാർത്ഥനയേക്കാൾ വലിയൊരു മരുന്ന് ദൈവം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആശുപത്രിയിൽ പോയി ഡോക്ടർ പ്രാർത്ഥനയേക്കാൾ വലിയൊരു മരുന്ന് ദൈവം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടാലും അമ്പലവുമായി ഞങ്ങൾ എന്ത് ചെയ്യണം? ബന്ധമാണ്. ഗുരുവായൂരപ്പൻ്റെ അവിടെ അതൊക്കെ നമുക്ക് അതൊക്കെ എന്തുള്ളൂ. അതല്ലാതെ മറ്റുള്ളവരോട് പറയാം, നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ ഗുരുവായൂർ പോയിക്കോളി, അമ്പലത്തിൽ പോയിക്കോളി, വീട്ടിൽ വിളക്ക് വെച്ചോളി, പ്രാർത്ഥന നടത്തും. അതിനേക്കാൾ വലിയൊരു മരുന്നൊന്നുമില്ല നമ്മളെ കയ്യിലില്ല. അപ്പൊ വിഗ് വെക്കാതെ